റാന്നി കൊലപാതകത്തിൽ പ്രതികൾ പിടിയിലായിരിക്കുന്നു എന്നതാണ്. പത്തനംതിട്ട റാന്നിയിൽ യുവാവിനെ കാർ കയറ്റി കൊലപ്പെടുത്തിയ പ്രതികൾ പിടിയിൽ. കീഴൂർ സ്വദേശി അമ്പാടി സുരേഷാണ് കൊല്ലപ്പെട്ടത്. പ്രതികൾ എറണാകുളത്ത് നിന്നാണ് പിടിയിലായത്. അൽ അമീൻ തോട്ടുമുക്ക് നൽകും വിവരങ്ങൾ. അൽ അമീൻ തോട്ടുമുക്ക്, അപകടശേഷം ഈ മരണ വിവരം അറിഞ്ഞതിന് ശേഷം അവർ എറണാകുളത്തേക്കാണോ കടന്നത്? എവിടെ നിന്നാണ് പിടിയിലായത്? എറണാകുളത്ത് നിന്നാണ് പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തതെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. 3 പ്രതികളെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇന്നലെ ഈ സംഭവത്തിന് ശേഷം വാഹനം ഉപേക്ഷിച്ച ഇവർ രക്ഷപ്പെടുകയായിരുന്നു. വാഹനം ഇന്ന് പുലർച്ചെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതികളും പിടിയിലായിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്, അപകടമുണ്ടാകുന്നത്. ബിവറേജസിന് മുന്നിലുണ്ടായ സംഘർഷം, ആ സംഘർഷത്തെ തുടർന്ന് പല ഭാഗങ്ങളിലായി പ്രതികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വെല്ലുവിളിച്ച് പരസ്പരം പോർ വിളിച്ച് അവർ പലയിടങ്ങളിലും എത്തുകയായിരുന്നു. ഇതിനിടയിലാണ് അമ്പാടി സുരേഷിന് നേരെ വാഹനം ഇടിച്ചു കയറ്റി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക്, നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി അമ്പാടി സുരേഷിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെയാണ് പോലീസ് ഇത് കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിച്ചത്. അപകട മരണം എന്നുള്ള നിലയിലായിരുന്നു പോലീസിന്റെ അനുമാനം. കുടുംബവും അങ്ങനെയായിരുന്നു പരാതി നൽകിയിരുന്നത്. പക്ഷേ പിന്നീടാണ് ഇത് കൊലപാതകമാണ് എന്നും ബിവറേജസിന് മുന്നിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണ് ഈ കൊലപാതകമെന്നുമുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. ഇന്നലെ തന്നെ ഈ സംഘങ്ങളിൽ ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവർ മദ്യപിച്ച് ലക്കുകെട്ട ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ കൃത്യമായ വിവരം ഇവർക്ക് നൽകാനായിരുന്നില്ല. പക്ഷേ ഈ കസ്റ്റഡിയിലുണ്ടായിരുന്ന ആളുകളുടെ സംഘാംഗങ്ങൾ തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ആ കൊലപാതകം അത് ബോധപൂർവം ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലപാതകമാണോ, ഇനി അതല്ല മദ്യലഹരിയിൽ കൈവിട്ട് കളിച്ച ഒരു കളിയായി മാറിയതാണോ എന്നടക്കമുള്ള സംശയം കൂടി പോലീസിനുണ്ടായിരുന്നു. ഏതായാലും ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു, പിടികൂടിയിരിക്കുന്നു. അവരെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ആ കൊലപാതകം ആസൂത്രണം ചെയ്തതാണോ, കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ. ഈ ബിവറേജസിന് മുന്നിലുണ്ടായ സംഘർഷവും തർക്കവും തന്നെയാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത്, അതല്ല അതിനപ്പുറത്തേക്ക് പ്രതികൾ തമ്മിൽ നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ലഭിക്കേണ്ടിയിരിക്കുന്നു. അത് ഈ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും അത്തരമൊരു കാര്യത്തിൽ വിവരം ലഭിക്കുക. ഈ പ്രതികളും കൊല്ലപ്പെട്ട അമ്പാടി സുരേഷും അമ്പാടിയോടൊപ്പമുള്ള ആളുകളും ഒക്കെ തന്നെ പ്രദേശവാസികളാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. നേരത്തെ പരസ്പരം അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇവരെന്നുള്ളതും പോലീസ് അനുമാനിക്കുന്നുണ്ട്. ഈ ആദ്യം നടന്ന സംഘർഷത്തിൽ, ഈ ബിവറേജസിന് മുന്നിൽ നടന്ന സംഘർഷത്തിൽ അമ്പാടി ഉണ്ടായിരുന്നില്ല എന്നുള്ള സൂചന കൂടി ലഭിക്കുന്നുണ്ട്. അമ്പാടിയുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കമുണ്ടായത്. പിന്നീട് ചേരിതിരിഞ്ഞുള്ള സംഘർഷവും പോർവിളിയും ഫോൺ വിളിച്ച് ചീത്തവിളിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഈ സംഘം ചേർന്ന് പിന്നീട് അമ്പാടി ഉൾപ്പെടെയുള്ളവർ വീട്ടിന് പുറത്തേക്ക് പോവുകയായിരുന്നു. അമ്പാടിയുടെ അച്ഛൻ രാവിലെ നമ്മളോട് പറഞ്ഞത് ഒരു ഫോൺ വന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ അമ്പാടിയും സഹോദരങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വരികയായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ഈ അപകടം നടക്കുമ്പോൾ, വാഹനം അമ്പാടി ഇടിക്കുമ്പോൾ അമ്പാടിയുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവരുടെ കൺമുന്നിൽ വെച്ചാണ് ഈ വാഹനം ഈ വിധത്തിൽ ഇടിച്ചു തെറിപ്പിച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. വാഹനം ഇടിച്ചു തെറിപ്പിച്ച് റോഡിലൂടെ വലിച്ചിഴച്ച് പോകുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. അമ്പാടിയുടെ തലയിലെ ഉച്ചിയിലും അതുപോലെ തന്നെ കാലിലും മൂക്കിലുമൊക്കെ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. ശരീരത്തെ ദേഹമാസകലം ഈ ടാറിൽ ഉരഞ്ഞുണ്ടായ പാടുകളും ഉണ്ടായിരുന്നു, ഉരഞ്ഞ പാടുകളും ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ പ്രതികളെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി കൊലപാതകത്തിന്റെ കാരണവും അതുപോലെ തന്നെ ബോധപൂർവം അത് പ്ലാൻ ചെയ്ത് കൊലപാതകം നടത്തിയതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ലഭിക്കണം. അത് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും അക്കാര്യങ്ങളിൽ ഒരു വ്യക്തത ലഭിക്കുക. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് പ്രതികളെ പിടികൂടിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. സുജയ.